വെരി ഗുഡ്. അവിടെ വേറെ ഇല്ല, ഒരു കേക്ക് പോലും തന്നില്ലല്ലോ. നമുക്ക് വിഷ്ണുവിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ഒരു വീഡിയോ ലാലേട്ടന്റെ ശ്രദ്ധയിൽപ്പെടുകയും ലാലേട്ടന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് പറയുകയും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മൾ ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത്. വിഷ്ണുവിടെ അനശ്വരയുണ്ട്, ആന്റണി സാറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളികൾ എല്ലാവരും ഇതിനോടകം കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട ഒരു വീഡിയോ കൂടിയാണ്. ഒരുപാട് പത്രക്കാര് ഇവിടെ ഇരിപ്പുണ്ട്. സംസാരിക്കണം. ലാലേട്ടന്റെ കട്ട ഫാനാണ്. ലാലേട്ടന്റെ അഭിനയം സൂപ്പറാണ്. പിന്നെ ഇന്ത്യയിൽ മറ്റൊരു നടൻ ഇതിന് പകരം ഉണ്ടാവുമെന്ന് സംശയമുണ്ട്. അഭിനയിക്കാണ് അത്രയ്ക്ക് കിടു അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. നേരെ ഫിലിം അത്രയ്ക്കും കിടു ഫിലിമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും ഹീറോയിസും ഇല്ലാന്ന് പറയുന്നത് എനിക്ക് ഹീറോയിസ് കൊള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കുറെ സ്ഥലങ്ങളിലൊക്കെ ലാലേട്ടന് ഹീറോയിസ് ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട അഭിനയം സൂപ്പറാണ്. സിദ്ദിഖിന്റെ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഒന്നാമതൊരു അഭിനയമാണ്, പൊടിയാണ്. ലാലേട്ടൻ കട്ട ഫാൻ ആയതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ കട്ട ഫാനാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അഭിനയത്തെ പറ്റി പുകഴ്ത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ. സിദ്ദിഖിന്റെ അഭിനയം നല്ല പൊടി അഭിനയമാണ്. വക്കീൽ അഭിനയം, എന്നൊക്കെ പറഞ്ഞിട്ടൊരു അഭിനയമുണ്ട്, സംഭവമാണല്ലോ. അതൊക്കെ പൊടിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ കാണുന്നില്ല സാറ് വിനോദൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. സാറ് വിനോദം സന്തോഷം തോന്നി. ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം എൻവിഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് കോസറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ മോഡത്തിന്റെ വാറന്റി പുതുക്കുന്ന ഇതാണ്, കസ്റ്റമർ റെക്കോർഡിംഗ് ആണ്. നമ്മൾ അങ്ങോട്ട് വിളിച്ച് കോൾ ചെയ്യുക, കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുക, വാറന്റി ബിൽ എടുക്കാൻ സമ്മതിക്കുക, ബിൽ എടുപ്പിക്കുക, മാക്സിമം എടുപ്പിക്കണം എന്നാണ്. ഈ കൺവേർഷൻ എത്ര വേണം പറയാം, ടാർഗറ്റ് എത്ര അതാണ് വേസ്റ്റ്. ഒരു മാസം 6000 ആണ് നമുക്ക് ടാർഗറ്റ്. അത് എറണാകുളം ഞാൻ കൊല്ലത്തേക്ക് ഇന്ന് ക്രിസ്മസ് അല്ലേ നാളെ. അപ്പൊ ഇന്നലെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ ഇന്ന് ഈ ഫംഗ്ഷൻ ഉണ്ടെന്ന് വന്നപ്പം അതിന് വേണ്ടി ഞാൻ നിന്നു. അപ്പൊ ഇന്ന് നേരെ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാൻ ഞാൻ MA പഠിച്ചത്. മലയാളം ഞാൻ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് വെച്ചിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്യാൻ വിഷ്ണുവിന്റെ കൂടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് വിഷ്ണുവിന്റെ ലാലേട്ടന്റെ ഒപ്പമാണ്. വിഷ്ണു പറയുന്ന MA എന്ന് പറയുന്നത് കട്ട് ചെയ്യണം. ഓവർ ക്വാളിഫിക്കേഷൻ രണ്ടെണ്ണം പോയതാണ്. ഓക്കെ ഓക്കെ അവരത് ചെയ്ത. ലാലേട്ടനും വിഷ്ണു ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഓഡിയൻസ് നല്ലൊരു കയ്യടി കൊടുക്കാം. such a beautiful and precious moment is happening here. നല്ലൊരു കയ്യടി കൊടുക്കാം. വിഷ്ണു ലാലേട്ടന് കേക്ക് കൊടുക്കുന്നോ? വിഷ്ണുവിന്റെ ജനുവരി 1 Okay. So sweet, so sweet. Happy birthday.
ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. അതായത് ന്യൂ ഇയറിന്റെ നെക്സ്റ്റ് ഡേ അല്ലേ? അപ്പൊ ഇത് പോകുമ്പോ ഒരു കേക്ക് കൂടെ ഞാൻ തന്നായിരിക്കും. വീട്ടിൽ ചെന്ന് കൊടുക്കണം കേട്ടോ? ഞാൻ അവിടെ എത്തിച്ചു. അപ്പൊ എവിടെ ഇരിക്കാം? എഴുതോ? സോ നമ്മുടെ നേരിന്റെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. സോ ഓൺ ബിഹാഫ് ഓഫ് ആശീർവാദ് സിനിമാസ്, ആന്റണി സാർ, ജിത്തു സാർ ആൻഡ് ലാൽ സാർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മീഡിയക്കാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. സോ ഇനി തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു എവ്രി വൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us the wonderful success celebration of the movie. Thank you. ഒരിക്കൽ കൂടെ ആരും പറഞ്ഞേ എന്താണ് ആ ഡിഗ്രിയുടെ കാര്യം ഒന്ന് അല്ലേ? അതെ ഒന്ന് നിങ്ങളോടാണ് പറയുന്നത് കേട്ടാ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് മീഡിയക്കാരോട്. ആ സിനിമയുടെ അവസാനം ഒരാളുടെ എന്താണ് ഈ കുട്ടിയുടെ ആ ഒരു മുഖം പോലും ക്യാമറയിൽ പകർത്താതെ ഏറ്റവും മാന്യമായി പെരുമാറി. വളരെ വലിയ കാര്യമാണ്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഒരാളത് എടുക്കാൻ പോകുന്നതിനെ പെൺകുട്ടി തടയുകയും ശരിക്കും അതാണ് അത്രയും ഒരു ഇന്റൻസ് ആയിട്ട് മീഡിയ ഞങ്ങളോട് പെരുമാറിയതിന് ഒരു പ്രത്യേകത. താങ്ക് യു സർ ആൻഡ് താങ്ക് യു മാം. മലയാള സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ഥിരം നമ്മളെ നെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമർ ആക്ടറാണ് സിദ്ദിഖ് സാർ. നേരിലും അതുപോലെ തന്നെ ഞങ്ങളെ നെട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഓവർ ടു യു സർ. എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത കാലത്ത് എനിക്ക് ഇത്രയും ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സിനിമ, പക്ഷെ ആ ചീത്തപ്പേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് തിയേറ്ററിൽ വന്നാൽ ആളുകൾ 2 എണ്ണം പൊട്ടിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഈ സിനിമ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ നിങ്ങൾ പറയുന്ന പെർക്യുലർ സീൻ ഞാൻ മനുഷ്യരുടെ കൂടെ ചെയ്യുമ്പോഴൊന്നും ഇത് ഇത്ര ക്രൂരമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ തിയേറ്ററിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ്. പിന്നെ ഒരു സമാധാനമുള്ളത്, ഇതിൽ എന്നെ അങ്ങനെ ചീത്ത പറയാനോ അടിക്കാനോ ഒന്നും മോഹൻലാലിന് വിട്ടുകൊടുത്തിട്ടില്ല. സാധാരണ അവിടെ എനിക്ക് ഡയലോഗൊന്നും പറയാൻ പറ്റില്ല. ആളുകൾ എങ്ങനെ പറയും ഏതെങ്കിലും സിനിമയിൽ പറയുന്ന ഡയലോഗൊന്നും പറയാമോ എന്ന് ചോദിക്കും. എവിടെ ഡയലോഗ് പറയാൻ സമ്മതിക്കില്ല, അതിനും വീഡിയോ വേണം. ഇതിൽ ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും മോഹൻലാൽ എന്നെ വെറുതെ വിട്ടൊരു സിനിമയാണ്. അത് പ്രത്യേകതയുള്ള സിനിമയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ജിത്തുവും ശാന്തിയും ചേർന്ന് പറഞ്ഞൊരു കഥയാണ്. അത് എൻ്റെ കയ്യിൽ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു. ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. സിനിമ ഇത്രയും നല്ല പേരുണ്ടാക്കും, ഇത്രയും വലിയൊരു വൻ വിജയമാവുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് പേടിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോയതെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നന്നായി വരണേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഫോട്ടോ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മോഹൻലാലിനെ വിളിച്ച് നിർത്തി പറഞ്ഞു, ഒരു മനോഹരമായ സിനിമയായിരിക്കും കേട്ടുമില്ല. അത് അതിൻ്റെ സ്ക്രിപ്റ്റ് അത്രയും ആഴത്തിൽ മോഹൻലാലിന് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നല്ല രീതിയിൽ വരട്ടെ, നല്ല സിനിമയായിട്ട് വരട്ടെ. പിന്നെ ഒരുപാട് ഇൻറ്റൻസീവ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് പ്രേക്ഷകർ ഈ അർത്ഥത്തിൽ എടുത്താൽ ഇതൊരു നല്ല സിനിമയായി മാറുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ എന്നാലും ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയമാക്കി ഈ സിനിമ മാറ്റിയ എല്ലാ പ്രേക്ഷകരോടും ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. മീഡിയയോട് നന്ദി പറയുന്നു. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊരു നല്ല സിനിമയാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചത് നിങ്ങൾ മീഡിയക്കാരാണ്. നിങ്ങൾ ഞങ്ങളുമായി നടത്തിയ ഇൻ്റർവ്യൂകളും ഇതിൻ്റെ പ്രൊമോഷൻസും എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും ഈ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ സ്വീകരിക്കാൻ പ്രേക്ഷകരെ തയ്യാറാക്കി നിർത്തിയത് മീഡിയയാണ്. ആ മീഡിയയോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സിനിമയിൽ വൻ വിജയമാക്കി തീർത്ത ഓരോരുത്തർക്കും, എൻ്റെ കൂടെ അഭിനയിച്ചവർക്കും ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി. ഇപ്പൊ ഈ കുറച്ച് മൂവീസ് എടുത്ത് നോക്കുമ്പോൾ എന്റെ പൊന്നോ ക്യാരക്ടേഴ്സും കൊണ്ട് നമ്മളെ നെട്ടിക്കുന്ന ഒരാളായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ജഗദീഷ് സാറ്. ഒരു രക്ഷയില്ല. ബാക്ക് ടു ബാക്ക് പെർഫോമൻസ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, മലയാള പ്രേക്ഷകരെ ഇങ്ങനെ കുലുക്കി ഇരുത്തി
എത്തിയേക്കാണ് ജഗദീഷ് സാർ. സോ സാർ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തില്? Nothing succeeds like success എന്നാണ് പറയുന്നത്. വിജയം പോലെ ഒന്നും വിജയിക്കില്ല. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി, പേരെടുത്ത് പറയുന്നില്ല. ഇതില് മേജർ ഫാക്ടേഴ്സ് എന്ന് ഞാൻ കണക്കാക്കുന്ന ഒരു സംവിധായകന്റെ മികവും ഒരു നായകന്റെ അഭിനയത്തികവുമാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. അത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ എന്നതിനപ്പുറം ആ ഒരു ക്യാപ്റ്റനാണ്, ആ സെറ്റിലെ ക്യാപ്റ്റനാണ്. വളരെയധികം ക്ഷോഭിച്ച് ഞാൻ ഒരിക്കലും ജിത്തുവിനെ കണ്ടിട്ടില്ല. കാരണം ഇത്രയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ, സതീഷിന്റെ വേറെ നിർദ്ദേശങ്ങൾ നോക്കി 4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ, സൈമൾട്ടേനിയസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അതൊരു പ്രത്യേക കഴിവാണ്. ആ സമയത്ത് ക്ഷോഭിക്കാൻ എളുപ്പമാണ്. കാരണം ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒന്ന് കുഴപ്പം കണ്ടാൽ അപ്പോൾ ക്ഷോഭിക്കാനാണ് പെട്ടെന്ന് എല്ലാവർക്കും തോന്നുക. അതൊക്കെ മാറ്റിയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും പെരുമാറാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അത് പിന്നെ എന്താണ്, എനിക്ക് എന്നെ കഥ വിളിച്ച് പറയുമ്പോൾ ഫോണിലൂടെയാണ് കഥ പറഞ്ഞത്. ആ പറഞ്ഞ ആ ഒരു ക്ലാരിറ്റി സംവിധാന സമയത്ത് ഒരു സീൻ ശാന്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ക്ലാരിറ്റി എന്നുള്ള ഒരു കാര്യം നന്നായിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ എന്ന ആക്ടർക്ക് ഈ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ, സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങൾ. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞു. പ്രൊമോഷൻ സമയത്ത് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി അനാവശ്യമായ ഒരു അവകാശവാദങ്ങളും ഞങ്ങൾ നിരത്തിയില്ല. അന്ന് പറഞ്ഞിരുന്നു മോഹൻലാൽ എന്ന ആക്ടറിന്റെ സൂക്ഷ്മമായ ചലനങ്ങളും ഭാവങ്ങളും. പരാജിതനായി മലയാള ആ ഒരു സിനിമയിലെ ഒരു പരാജിതനായി കടന്നു വന്ന് പിന്നീട് കൊടുങ്കാറ്റായി മാറുന്ന ഒരു നായകനെയാണ് നമ്മൾ കണ്ടത്. അത് കയ്യടിയോടുകൂടിയാണ് പ്രേക്ഷകർ ഓരോ സീനിലും സ്വീകരിച്ചത്. ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും ആർഗ്യുമെന്റ് സിദ്ദിഖ് എന്ന രാജശേഖരവുമായിട്ടുള്ള ആ ആർഗ്യുമെന്റ്സിനെല്ലാം തന്നെ സ്ക്രിപ്റ്റിന്റെ ബാക്കിംഗ് ഉണ്ട്, സംവിധാനത്തിന്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ട്. എങ്കിൽ പോലും ഒരു ഹീറോ എന്ന് പറയുന്നത് ഇത് അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം സ്വന്തമായിട്ട് വിശ്വാസമില്ലാത്ത സൂപ്പർ സ്റ്റാറിന്റെ ഇമേജ് ഉള്ള ഒരു നടൻ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അയാളെ ഒരു വലിയ പൊസിഷനിലാണ് കാണുന്നത്. അയാൾക്ക് ഈ കേസിൽ ജയിക്കാൻ എളുപ്പമല്ലേ, ഹീറോ അല്ലേ, അത്രയും വലിയ ഇമേജ് അല്ലേ, സൂപ്പർ സ്റ്റാർ അല്ലേ. അവിടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിട്ട് എന്നെയൊക്കെ കാണുന്ന സമയത്ത്, എന്റെ ക്യാരക്ടറിനെ മുഹമ്മദിനെ കാണുന്ന സമയത്ത്, സാറെ കാണുന്ന സമയത്ത് ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വിജയമോഹനെ നമ്മൾ കാണുമ്പോൾ അത് ഗ്രാജുവലി ആ കോർട്ടിൽ കത്തി കയറുമ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനും കൈയടിച്ചു എന്നുള്ളതാണ് സത്യം. അതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടത്. ഞാൻ അഭിനയിച്ച സീനാണ്, ഞാനും അനശ്വരയും ഒരുമിച്ച് അഭിനയിച്ച സീനാണ്, ശ്രീധന്യം അഭിനയിച്ച സീനാണെന്ന് അറിഞ്ഞിട്ടും ആ തിയേറ്ററിൽ ആലുവ സീനത്തിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. കണ്ടിറങ്ങുമ്പോൾ എന്റെ കണ്ണു നിറഞ്ഞു. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന വൈകി അമ്മ കരയടാ നിങ്ങൾ അഭിനയിച്ചല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ കരഞ്ഞു പോയി. അതാണ് ഒരു സിനിമയുടെ വിജയം, ഒരു കലാസൃഷ്ടിയുടെ വിജയം. ആ വിജയത്തിന്റെ സന്തോഷത്തിലാണ് നമ്മൾ വിനയത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതില് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ആന്റണി തുടർച്ചയായി ഒരുപാട് വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അല്പം മുമ്പ് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ വളരെ വിനയത്തോടെ അടുത്ത ചിത്രം, അതിനെക്കുറിച്ചുള്ള ആ ചിന്തകൾ ഒക്കെയാണ് ആന്റണി പങ്കുവച്ചത്. അതില്ലാതെ ഈ ആഘോഷത്തിൽ ഈ വിജയത്തിൽ മതിമറന്ന് നിൽക്കുന്ന ഒരു ആന്റണിയല്ലേ കണ്ടത്. വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു നല്ല നിർമ്മാതാവിനെയാണ് ആന്റണിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. റൈറ്ററായിട്ടുള്ള ശാന്തിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്ന ശാന്തി എങ്ങനെയുണ്ട് എന്ന് ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ ശാന്തി വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത മൂഡിലാണ് ഞാൻ. സാധാരണ റൈറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഒരു മൂഡിൽ ഉണ്ടാവും, എനിക്കറിയില്ല എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ എന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ സീൻ കാണുമ്പോൾ ഞാൻ കരയുന്നു, ഞാൻ കൈയടിച്ചു പോകുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമോ സാധാരണ? അത് എനിക്ക് മാത്രം കിട്ടുന്നതാണോ എന്ന് എന്നോട് വിളിച്ച് ചോദിക്കുകയായിരുന്നു. അത് ആ ലെവലിൽ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. വളരെ ഡൗൺ ടു എർത്തായിട്ട് നിന്ന് ഷൂട്ട് ചെയ്ത ഒരു ഫിലിം അത് വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മീഡിയയോട് പ്രത്യേകം നമ്മൾ പറയുന്നു, നിങ്ങൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട്, ഈ ആഫ്റ്റർ റിലീസ് നൽകിയിരിക്കുന്ന സപ്പോർട്ടും വളരെ വലുതാണ്. വളരെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂസും നിങ്ങൾ എടുത്തു പറയേണ്ട ആർട്ടിസ്റ്റുകളെ കുറിച്ച്, അവരുടെ പെർഫോമൻസുകളെ കുറിച്ച് എടുത്തു പറയുന്നു. മോഹൻലാൽ എന്ന നടന്റെ ആ പെർഫോമൻസിന്റെ ആ മികവിനെ കുറിച്ച് ഓരോ പോയിന്റ് ആയിട്ട് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാത്തപ്പോൾ പോലും ഞങ്ങൾ
ആസ്വദിക്കുന്നു, മോഹൻലാലിന്റെ സാന്നിധ്യം അറിയുന്നു എന്നുള്ള തരത്തിൽ റിവ്യൂ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. എല്ലാവരോടും നന്ദി പറയുന്നു. കേരളത്തിലെ പ്രേക്ഷകരോട്, കേരളത്തിലെ ഇന്ത്യയിലെ പ്രേക്ഷകരോട്, കാരണം കേരളത്തിന് പുറത്തും എല്ലാം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രേക്ഷകർ എല്ലാം തന്നെ വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു, ഈ ടീമിനോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് കണ്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു ഒരു നല്ല സിനിമയാണ്. പക്ഷെ അത് ഈ ലെവലിലേക്ക് ജനം ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം ഓഫ്കോഴ്സ് ഇതിൻ്റെ പ്രേക്ഷകർക്ക് തന്നെയാണ് നന്ദി പറയുന്നത്. യു ആർ ദ കിങ് മേക്കേഴ്സ്. നിങ്ങളാണ് ഈ സിനിമയെ ഒരു വൻമതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു നിമിഷത്തിൽ ഫോർമലായി തോന്നരുത്. പ്രത്യേകിച്ച് എന്നോട് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഇവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഏതൊരു സിനിമയും എൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് സ്ക്രിപ്റ്റും പ്രൊഡ്യൂസറും എൻ്റെ സുഹൃത്തായ ആൻ്റണി, അദ്ദേഹം എന്നെ സിനിമ ഏൽപ്പിക്കുന്നത് ഭയങ്കര ഒരു വിശ്വാസത്തോടെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഞാനതങ്ങ് ഏൽപ്പിച്ചിരിക്കുക, എന്നാണ് നോക്കി നടക്കുന്നത് പൊക്കോന്ന് പിന്നെ ഉള്ളിലോട്ട് വരാറ് പോലും. അപ്പോൾ എനിക്കത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ആൻ്റണിയുടെ മുഖം ഇതുവരെ എല്ലാ സിനിമകൾക്കും കണ്ടിരിക്കുന്ന മുഖം ഇന്ന് ഇത്തവണ ഇച്ചിരി കൂടുതൽ സന്തോഷം കാണുന്നുണ്ട്. എനിവേ അത് പിന്നെ അനശ്വര ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അൺഡൗട്ട്ഫുള്ളി ഞങ്ങൾ കാസ്റ്റ് ചെയ്തത് അനശ്വരയാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, അതിമനോഹരമായിട്ട് അനശ്വര അത് പെർഫോം ചെയ്ത് വന്നു. പിന്നെ ജഗദീഷേട്ടൻ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഒരു സ്ഥിരം ഒരു അച്ഛൻ റോൾ എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ ആ ക്യാരക്ടർ കേട്ടപ്പോൾ അതിൻ്റെ ഒരു സാധ്യത, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം വന്നു തകർത്ത് അഭിനയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ സിദ്ദിഖേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് കുറേ സിനിമകളായി. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഓർക്കുന്നുണ്ട് ദൃശ്യത്തിനകത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നിട്ട് ഇതിനകത്ത് 4-5 സീനുണ്ട്. പക്ഷെ ഞാൻ ഒരു സീനിലേക്കാണ് വിളിക്കുന്നത് ക്ലൈമാക്സ്. അദ്ദേഹം വന്ന് ചെയ്തു. പല സ്ഥലത്തും പ്രഭാകരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സൈഡിൽ വെറുതെ നിൽക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൂടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് രാജശേഖർ ഭദ്രമാണെന്നറിയാം, അത് അതിഗംഭീരമാക്കി തോന്നും. പിന്നെ എനിക്കൊരു പേരുണ്ടായിരുന്നു, നാട്ടുകാരെ ശാന്തി ഈ യാത്രയുടെ തുടക്കം തൊട്ടേ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പല ഇതിനു മുമ്പ് ഞാൻ പല വക്കീലന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു. പക്ഷെ അപ്പോൾ അവരെല്ലാം എനിക്ക് എന്താ പറയുക ലീഗൽ സപ്പോർട്ട് തരാമെന്ന് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ആരും എഴുതാൻ റെഡിയല്ല, അവരെല്ലാവരും തിരക്കുള്ളവരാണ്. ശാന്തി ആ ഉദ്യമം ഏറ്റെടുത്തു, മനോഹരമായിട്ട് എഴുതി. അത് എന്താ പറയുക, ഷീ ഈസ് എ ഗുഡ് റൈറ്റർ. അത് എനിക്ക് ആ ദൃശ്യത്തിനകത്ത് സീൻസ് അയച്ചു കൊടുത്ത് ആ സീൻ അന്ന് വർക്ക് ചെയ്ത് തന്നപ്പോൾ എനിക്കത് മനസ്സിലായി. തിരക്കിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം നടക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു അറിയാൻ പറ്റുന്നത്. താങ്ക്സ് ടു യു. പിന്നെ ഞങ്ങളെ എല്ലാം തല്ലിപ്പൊളി. തീർച്ചയായിട്ടും അവനും ഭയങ്കര ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി പേര് വിളിച്ചു, ആരാണ് അവൻ്റെ പേരെന്താണ് എന്നെനിക്ക് ഞാനോർത്തിന് വേണ്ട നിന്ന് എല്ലാനാണോ എന്നൊക്കെയാണ്. ആൻഡ് താങ്ക്സ് ടു യു ഓൾസോ. പിന്നെ ഇതിന് പുറകിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. ആ ഡയറക്ടർ ബോബൻ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. കുറേ ടെക്നീഷ്യൻസ് ഉണ്ട്. എൻ്റെ ഡയറക്ഷൻ ടീം, സുധീഷ്, ബാക്കി അസിസ്റ്റൻസ്. പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട 2-3 പേരുണ്ട്. ഒന്ന് വിഷ്ണു ശ്യാം, എൻ്റെ പ്ലീസ്, എൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. റാമിൻ്റെ അവിടെ നിന്നാണ് തുടക്കം. അത് കഴിഞ്ഞ് കൂമൻ ചെയ്തു. ഇപ്പോൾ നേരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക് പീസിൽ നിന്നാണ് ഈ സിനിമയുടെ പല മുഹൂർത്തങ്ങളും ഷോട്ടുകളും ഉണ്ടായത്. താങ്ക്സ് ടു യു. പിന്നെ സതീഷ്, നമ്മുടെ സിനിമാറ്റോഗ്രാഫർ, അതിമനോഹരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം 4 ക്യാമറയിൽ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ടീമും വളരെ നല്ല രീതിയിൽ എന്താ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതിമനോഹരമായിട്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. താങ്ക് യു സതീഷ്. പിന്നെ എൻ്റെ എഡിറ്റർ, ഈവൻ ആണ് ട്രെയിലർ അന്ന് ഇതിനും എൻ്റെ ഒരു ഫ്രണ്ടോടെ കൂടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഈ ലെവൽ വേണോടെ ഞാൻ ചോദിച്ചു. പക്ഷെ അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. സാറേ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം, ജനം അത് കേട്ട് തിയേറ്ററിലേക്ക് വരട്ടെ, നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അവനാണ് എനിക്ക് ആ കോൺഫിഡൻസ് തന്നെ. ഞാൻ ചിലപ്പോൾ ട്രെയിലർ കാത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിന്
പിന്നെ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ. സിദ്ധുവേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ ഞാൻ ഇനി അയ്യോ സോറി കോസ്റ്റ്യൂം ഡിസൈനർ ഇതിൻ്റെയും അതിൻ്റെ പിന്നെ ഫുൾ സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ സാധാരണ ഇത്രയും സംസാരിക്കാറില്ല, പക്ഷെ ഇന്ന് ഇത്രയും സംസാരിക്കണം കൂടുതൽ സമയം എടുത്തതാണ്. താങ്ക് യു. ആൻഡ് എസ്പെഷ്യലി മീഡിയ, ഇതിൻ്റെ മീഡിയ ആ ഒരു കവറേജ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ടാവും ഇതുപോലെ ഒരു പ്രൊമോഷണൽ ഇത്. അപ്പോൾ താങ്ക്സ് ടു യു. ഈ നന്ദി ഞാൻ എന്താ പറയുക, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. സോ ജിത്തു സാറ് പറഞ്ഞ പോലെ തന്നെ ഏതൊരു പടത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റും അതിന്റെ പ്രൊഡ്യൂസറുമാണ്. സോ നേരിന്റെ നെടുന്തൂണായിട്ട് നിന്ന് അവർ ടു ആന്റണി സാർ. സന്തോഷം സന്തോഷം സന്തോഷം. നന്ദി. മോഹൻലാൽ സാർ, ലാൽ സാറിൻ്റെ സിനിമ വെയിറ്റ് ചെയ്ത് ഇരുന്ന എല്ലാ പ്രേക്ഷകരോടും ഈ സിനിമയെ ഇത്രയും സ്നേഹത്തോടെ സ്വീകരിച്ചതിന് എല്ലാവരോടും ഒരു നന്ദി എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയുകയാണ്. ജിത്തുവും മോഹൻലാൽ സാറുമായിട്ട് ആശീർവാദ്, എല്ലാ സിനിമയും ജിത്തു ചെയ്ത പടം ആശീർവാദാണ് ചെയ്തത്. അപ്പോൾ ആശീർവാദിൻ്റെ ഈ സിനിമയെ സ്വീകരിച്ചതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും എനിക്ക് നന്ദി പറയുകയാണ്. ജിത്തു ഞാനായിട്ട് 5ാമത്തെ സിനിമയാണ്, 6ാമത്തെ സിനിമ. മറ്റേ ആദി സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സിനിമയും വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ സിനിമയും ഒരു എന്താ പറയുക, ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് വന്നത്. അത് ഇത്രയും സ്വീകരിച്ചു. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മുൻകാലങ്ങളിൽ ഒരു എന്താ പറയുക, ഒരു സാധാരണ വിജയമല്ല അസാധാരണ വിജയമാണെന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അതിന് എന്താ പറയുക, ജിത്തു ജോസഫിനോട് ലാൽ സാറിനെ ചേർത്ത് വെച്ച് ജിത്തുവിൽ നിന്ന് ഇതുപോലുള്ള ചിത്രങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്, ഭാവിയിലും ഉണ്ടാകട്ടെ. അതിൻ്റെ ഭാഗത്തേക്കും ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ. അതിൽ കൂടെ നിന്ന് സഹകരിച്ച് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇവിടെ എത്താത്തവരുണ്ട്. അവരെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് മീഡിയ. അവർ ഈ സിനിമയുടെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമയെ വെയിറ്റ് ചെയ്ത മലയാളികൾക്ക് ഏറ്റവും മനോഹരമായ ഒരു സിനിമ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച മലയാളികളെ പോലെ തന്നെ മീഡിയയും ആഗ്രഹിച്ചിരുന്നു എന്നൊരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിരുന്നു. അതിനും ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇരുകൈ നീട്ടി സ്വീകരിച്ച ലോകമെമ്പാടുമുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹം പറയുകയാണ്. ലാൽ സാർ വളരെ എന്താ പറയുക, എനിക്ക് മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ ഇത്രയും വിജയമാകുന്നത് ആശീർവാദമായി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എനിക്ക് ജിത്തുവിൻ്റെ സിനിമയിലൂടെ ആകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും 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 സ്നേഹത്തോടെ കാണുന്നു. നന്ദി നന്ദി. താങ്ക് യു സാർ. ആൻഡ് നേരിന്ന് പറഞ്ഞ ഈ മൂവി ജിത്തു സാറിൻ്റെ ഒപ്പം തന്നെ ട്രാവൽ ചെയ്തതാണ് ശാന്തി മാം. ഇതിന്റെ കോ റൈറ്റർ ആൻഡ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഓവർ ടു ശാന്തി മാം. ആദ്യമായിട്ട് നേരെ എന്ന പറഞ്ഞ സിനിമ ഒരു വിജയമാക്കി തീർത്ത എല്ലാ ആളുകൾക്കും, എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം പറഞ്ഞ നന്ദി. ഈ സിനിമയുടെ ഒരു വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഈ സിനിമയിൽ എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ട്രെൻഡ് സാർ പറഞ്ഞത് മുതൽ, ഇത് വർക്ക് ചെയ്തത് മുതൽ, ഇതിലേക്ക് ഏറ്റവും നല്ലൊരു കാസ്റ്റ് കിട്ടിയത് ലാലേട്ടൻ്റെ വിജയമോഹനായിട്ട് കിട്ടിയ ഞങ്ങൾ, സിദ്ദിഖെ രാജശേഖറായിട്ട് കിട്ടിയ ഞങ്ങൾ, സാറയായി ഞങ്ങൾക്ക് കിട്ടിയ അനശ്വര, സാറയുടെ അച്ഛനായിട്ട് മുഹമ്മദായിട്ട് കിട്ടിയ ജഗദീഷ് ഏട്ടൻ, അമ്മ, പിന്നെ അതുപോലെ ജഡ്ജായിട്ട് കിട്ടിയ മാത്യു, ശങ്കർ, ഓരോരുത്തരെയും അതിനകത്തൊരു സാക്ഷിയായിട്ട് വന്ന ദിലീഷ് ഉൾപ്പെടെ, രശ്മി ഉൾപ്പെടെ ഓരോ 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 ആൾക്കാരും ഏറ്റവും നല്ല കാസ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതൊക്കെ വന്ന് സംഭവിച്ചതാണ്. ഇല്ല, ആയിട്ടില്ല, എനിക്ക് മാറ്റി വെച്ചിരിക്കാം. ഇല്ല അയ്യോ, അത് ശരിയാ. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, സാധാരണ ഈ പറഞ്ഞ പോലെ നമ്മളെ എല്ലാവരും പ്രതീക്ഷിക്കും ആ സിനിമയിൽ ആന്റണി ചേട്ടനാ വരുന്നത്. ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം, രണ്ടുപേരും ഒരുമിച്ച് വന്നു. ശാന്തി ചേച്ചിയും ആന്റണി ചേട്ടനും, ഭാര്യയും ഭർത്താവിനെയും ഞങ്ങൾക്ക് ആക്ടേഴ്സ് ആയിട്ട് കിട്ടി. അപ്പൊ അവരുടെ ഡെബ്യൂ ആണ് ഈ നേരിലൂടെ. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ
ഈ സിനിമയുടെ ഓരോ സ്റ്റേജിലും ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യുമ്പോൾ ഉൾപ്പെടെ. ഇതിന്റെ ഷൂട്ടിങ്ങിന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. സാധാരണ ഇവരൊക്കെ പറയും, സാധാരണ വേറെ ചില സിനിമകളുടെ ഷൂട്ടിങ്ങിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയുന്നത് തടസ്സങ്ങൾ. പക്ഷെ ഇത് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു എല്ലാവരും. പിന്നെ മോറോവർ ഈ സിദ്ദിഖ, ഗണേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, ലാലേട്ടൻ, ഇവരെല്ലാവരും എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇവരെല്ലാവരും ഉള്ള ഒരു സെറ്റാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പിന്നെ ഇതിന്റെ റൈറ്റർ ആയതുകൊണ്ടും സാറിന്റെ കൂടെ ഈ കോടതിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് ഫുൾ ടൈം ഉണ്ട്. പക്ഷെ ഇവരുൾപ്പെടെ, ശങ്കർ ഉൾപ്പെടെ അവിടെ നിന്ന് ഒരാളും അവരവരുടെ സീൻ കഴിഞ്ഞാൽ പോലും പോകില്ല. കാരണം ഇവരുടെയൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി സമയം കിട്ടി സ്പെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെബ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ. എനിക്ക് ഇതിനപ്പുറത്തേക്ക് ആർക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയാനുള്ളത്, സാറിനോട്. എന്നോട് ഈ ത്രെഡ് പറയാൻ തോന്നി, താനത് എഴുതും എന്ന് പറയാൻ തോന്നിയ സാറിനോട് എനിക്ക് ഒത്തിരി നന്ദി. ഇനി ഇതിന്റെ ത്രെഡ് കേട്ട ഉടനെ തന്നെ ഒരു ലൈൻ സാറ് പറഞ്ഞപ്പോൾ, ജിത്തു സാറിനുള്ള വിശ്വാസവും സ്നേഹവും കാരണം അണ്ണാ തുടങ്ങിക്കോ, ബാക്കി പുറകെ ഉണ്ടെന്ന് പറഞ്ഞ എൻ്റെ ആന്റണി ചേട്ടൻ. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ആന്റണി ചേട്ടന്റെ ഓരോ കോളും ഈ സിനിമയുടെ ഓരോ എഴുത്തിലും എത്രത്തോളം മോട്ടിവേഷനാണ് എനിക്ക് നൽകിയതെന്ന് ആന്റണി ചേട്ടൻ അറിയില്ല. കാരണം ഞാൻ എൻ്റെ തിരക്കുകളുമായിട്ട് പോകുമ്പോൾ സാറ് വിളിച്ചിട്ട് പറയും, ആന്റണി വിളിച്ചിരുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എടുക്കും പേരാ, എല്ലാം ഇന്ന് ബാക്കി എഴുതിയേക്കാന്ന് വെച്ചിട്ട്. പിന്നെ ഓരോ സ്റ്റേജിലും ലാലേട്ടൻ കാണുമ്പോഴെല്ലാം എന്തായി നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു വാക്കാണ്, വളരെ മോട്ടിവേഷനായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു നേരാണ്. ഇതൊരു നേരിന്റെ വിജയമാണ്. ഇതിനകത്ത് ഞങ്ങളുടെ കൂടെ നേരിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, പിന്നെ എനിക്കിത് ഇവിടെ ഇരിക്കുന്ന 3 പേരുണ്ട് കേട്ടോ. അവര് ഇതിന്റെ സതീഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സതീഷേട്ടന്റെ വർക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എത്രയോ സിനിമകളാണ് മലയാളികൾക്ക്. സതീഷ് കുറുപ്പ് എന്ന് പറഞ്ഞ പേര് വളരെ ഫെമിലിയർ ആണ്. പക്ഷെ ഞങ്ങൾക്ക് സതീഷേട്ടനാണ്. കാരണം പരിചയപ്പെട്ട നാൾ മുതലേ പുള്ളി ഈ ഒരു മോഡാണ്, ഇങ്ങനെ ചില്ലായിട്ട് ചിരിച്ചിരിക്കുക എന്നുള്ളതാണ്. 4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാർ അവിടെ നിന്ന് പറയുന്നു, സതീഷ് ചേട്ടൻ അവിടെ നിന്ന് പറയുന്നു, അവിടെ നിന്ന് ലൈറ്റപ്പ് ചെയ്യുന്നു, വേറൊരാളാണ്. അപ്പോൾ ഒരു കോർട്ട് റൂമാണ്. അപ്പൊ ആദ്യത്തെ 2 ദിവസമൊക്കെ ഫുൾ ഡിസോറിയന്റഡ്. അപ്പൊ ഇതെങ്ങനെ ഈ കോടതി റൂം, ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഈ സിനിമയെ കുറിച്ച് ടെക്നിക്കൽ നോളജ് ഒക്കെ വളരെ പരിമിതമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയും, മലയാളത്തിൽ ഇങ്ങനെ ഒരു കോർട്ട് ഡ്രാമ, അതൊരു കോടതി മുറിക്കുള്ളിൽ വെച്ച് 20 ദിവസത്തോളം ഷൂട്ട് ചെയ്ത് ഒരു സിനിമയുടെ ഒരു 2.5 മണിക്കൂറുള്ള ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ഭാഗം കോടതി കാണിക്കാന്ന് പറഞ്ഞാൽ അതൊരു മേക്കറിന്റെയും സിനിമാറ്റോഗ്രാഫറിന്റെയും ഒരു വിജയമാണ്. ഇതിന്റെ ഓരോ ഫ്രെയിമും ആളുകൾ എടുത്ത് പറയുമ്പോൾ സതീഷേട്ടനെ അറിയിക്കുന്ന പേരാണ് വരുന്നത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, നന്ദിയുണ്ട് സതീഷേട്ടൻ, ഇത്ര ഭംഗിയായിട്ട് ആ കോടതി കാണിച്ചത്. കാരണം ഞാനൊരു വക്കീലാണ്. എൻ്റെ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് ഓരോ ജഡ്ജസ് ആണെങ്കിലും വക്കീലന്മാരാണെങ്കിലും ഒക്കെ പോയി കണ്ടിട്ട് കോടതി എന്ത് രസമായിട്ട് എടുത്തേക്കുന്നത്, ആ കോടതി എന്ത് രസമാണ് കാണാൻ. ശരിക്കും നമ്മളൊരു കേസിലെ ട്രയലിന് കോടതിക്കകത്ത് കയറിയിരിക്കുന്നു, ട്രയൽ കഴിഞ്ഞ് ഇറങ്ങി വരുന്നു. അത്രയും മനോഹരമായി അത്രയും സമയം നമുക്ക് കോടതി കാണിച്ചിരുന്നു. താങ്ക് യു. അതുപോലെ വിഷ്ണു എന്ന് പറയുമ്പോൾ ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ എഫക്ട്. തീം മ്യൂസിക് ആദ്യം തന്ന് സാറയുടെ, നിങ്ങൾക്ക് സാറ എന്ന് പറയുന്ന ആളെ കാണുന്ന പോലെയാണ് സാറയുടെ പുറകെ വരുന്ന മ്യൂസിക്. അത് കേൾക്കുമ്പോൾ കണ്ണ് നിറയാത്തായിട്ട് ആരുമില്ല. ആ മ്യൂസിക്കാണ് വിഷ്ണു ആദ്യം ഞങ്ങൾക്ക് തന്നത്. ഈ സ്ക്രിപ്റ്റിന്റെ ഒരു സ്ട്രഗ്ലിംഗ് ഉള്ള ഒരു ടൈമിലായിരുന്നു ആ തീം മ്യൂസിക് തരുന്നത്. ആ തീം മ്യൂസിക്കിൽ നിന്നാണ് എൻ്റെ പല എഴുത്തുകളും, ഇൻക്ലൂഡിങ് സിദ്ദിഖ അവസാനം സാറേ ഈ പറയുന്ന പോലെ ഹരാസി നാസി, അത് എഴുതാൻ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. അത് ഞാനിപ്പോ ഒന്ന് പറഞ്ഞോട്ടെ സാറിന്റെ പെർമിഷനോടുകൂടി. സാറ് പറഞ്ഞു, എനിക്ക് ഇത്രയും വൃത്തികൾ എഴുതാൻ പറ്റില്ലല്ലോ, ഞാൻ തന്നെ അത് എഴുതണം. ഞാൻ സാറേ ഞാനും അങ്ങനെ ഒരാളല്ല, ഞാനത് എങ്ങനെയാണ്. കാരണം അത് ഒരു ഭയങ്കര സീനിയർ ലോയറാണ്. അദ്ദേഹത്തിന് ഒരിക്കലും സെക്ഷലി കളേർഡായിട്ടുള്ള റിമാർക്സ് ഇവിടെ പറയാൻ പറ്റില്ല, അതൊരു ഒഫൻസ് ആണ്. പക്ഷേ കോൺസെൻട്രേഷൻ തെറ്റിച്ച് അദ്ദേഹം ഡെസ്പറേറ്റ് ആണ്. അപ്പൊ ആ വാക്കുകൾ എഴുതുക അത് ഈസിയല്ല. സാറയുടെ ഇമോഷനുണ്ട്, ഇദ്ദേഹത്തിന്റെ ഭീഷണിയുണ്ട്, ത്രെട്ടണിങ് ആണ്, ഇന്റിമിഡേഷൻ. ഈ തീം മ്യൂസിക്കിലാണ് ഈ എഴുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സാധിച്ചത്. താങ്ക് യു സോ മച്ച്. അതുപോലെ ആ തീം മ്യൂസിക്കിൽ ഈശ്വരാനുഗ്രഹത്തിലാണ് അതിന്റെ ക്ലൈമാക്സ്. സിനിമ എല്ലാം കഴിഞ്ഞു, വിജയ് മോഹൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത്. ഈ തീം മ്യൂസിക്കിൽ സാർ ഒരു 2 ദിവസത്തേക്ക് പിന്നെ ഞങ്ങളെ ഒന്നും വിളിയൊന്നുമില്ലായിരുന്നു. മറ്റേ ഞങ്ങൾ തമ്മിൽ ഡെയിലി കോൺടാക്ട് ഉണ്ട്. സാർ ഒരു ദിവസം ഞാൻ എപ്പോഴും സാറിനെ പിന്നെ നോക്കുമ്പോൾ സാറിനെ വിളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ തീം മ്യൂസിക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ആണ്, കാറിലും അവിടെയൊക്കെ. ഇത് കേട്ടുകൊണ്ട് സാറിന്റെ മനസ്സിൽ ദൈവം തോന്നിച്ചതാണ് അവസാനം നിങ്ങൾ കാണുന്ന ആ ക്ലൈമാക്സ്, ആ കോടതി രംഗത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ആ ക്ലൈമാക്സ്. അതിന്റെ എല്ലാം നന്ദി ഞാനിപ്പോൾ അറിയിക്കുകയാണ് വിഷ്ണു. താങ്ക് യു സോ മച്ച്. ഇനി വിനായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിനായകൻ ജിത്തു സാറിന്റെ കൂടെ ഞാൻ പരിചയപ്പെട്ടത് മുതലുള്ള ഒരാളാണ്. എല്ലാ സിനിമയുടെ എഡിറ്ററാണ്, പല ജോണറിലുള്ള എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സബ്ജക്ട് കോർട്ട് റൂം, അത് മുഴുവൻ ലെങ്തിൽ ഒരു കോർട്ട് റൂം, ഞങ്ങളിത് എടുക്കുമ്പോൾ ഈ 4 ക്യാമറ ഷൂട്ട് ചെയ്യുന്ന എല്ലാം ഉണ്ട്.
ഈ വിഷ്വൽസ് എല്ലാം കൂടെ എടുത്ത് വിനായകൻ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഈ വിഷ്വൽസ്, പക്ഷേ ഇത് എങ്ങനെയാണ് കാരണം ഇതുവരെ ചെയ്തിട്ടില്ല, ഇത് എവിടെ നിന്ന് കട്ട് ചെയ്യും? 4 ക്യാമറയിൽ എത്രയും പേരുടെ ഇമോഷൻസ് ആണ്, ഇത് കട്ട് ചെയ്ത് വരണം. വിനായകൻ എന്ന് പറയുന്ന ഒരു എഡിറ്റർ, എനിക്കറിയില്ല അത് എന്താണ് ടെക്നിക്കലായിട്ട് പറയുന്നതെന്ന്, പക്ഷെ ഒരു കോർട്ട് റൂം ഇങ്ങനെ ഒരു നേര് ആളുകൾ കാണുമ്പോൾ അവരെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഘടകങ്ങൾ മാത്രമാണ് വിനായകൻ ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച് വിനായക്. പിന്നെ ലിൻഡ ചേച്ചി ഈ സിനിമയിൽ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂം, ലാലേട്ടൻ്റെ ഉൾപ്പെടെ, പ്രിയാമണിയുടെ ഉൾപ്പെടെ, സാറയുടെ ഉൾപ്പെടെ, എൻ്റെ ഉൾപ്പെടെ ഓരോരുത്തർക്കും ഒരു ചെറിയ ഷോൾ ആണെങ്കിലും ഒരു ചെറിയ ചെരുപ്പാണെങ്കിലും എന്താ പറയുക ഒരു ചെറിയൊരു ഹെയർ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഓരോ സിനിമയ്ക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് വരുമെന്ന്. ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. സിനിമയുടെ അതിന് മുമ്പ് തന്നെ ചേച്ചി അതിന്റെ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് എല്ലാവരുടെ അതിനകത്ത് അഭിനയിക്കുന്ന ഒരു ചെറിയ ആളുടെ ഇപ്പൊ മീഡിയക്കൊക്കെ അഭിനയിക്കുന്നു, മീഡിയയിൽ വരുന്ന കുട്ടികൾ അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. ഒരാൾക്ക് വേണ്ടത് എന്താണ് വീട്ടിലിടുമ്പോൾ എനിക്കത് പറയാൻ അറിയില്ല. യു അഗ്രി, താങ്ക് യു സോ മച്ച്. പിന്നെ സാറിന്റെ ഭാര്യയായിട്ട്, ജിത്തു സാറിന്റെ ഭാര്യയായിട്ട് നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഐ ഷുഡ് ടെൽ യു ഫ്രം ദ ഹാർട്ട്, ഇങ്ങനെ ഒരു വ്യക്തി എനിക്ക് ചേച്ചി വളരെ ഫ്രണ്ടാണ്, ചേച്ചിന്ന് ഞാൻ വിളിക്കും, എൻ്റെ വളരെ സുഹൃത്താണ്. പക്ഷേ സാറിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ്. വിതൗട്ട് ഹർ ഹി വോണ്ട്. സാറിന് ഇങ്ങനെ ഒരു സക്സസ് കിട്ടില്ല. നമ്മളെല്ലാം പറയും ഒരു സ്ത്രീയാണ് ഒരു പുരുഷന്റെ പുറകിലുള്ളതെന്ന്. അതുപോലെ പില്ലറായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. കാരണം സമൂഹത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ സിനിമയുടെ ഭാഗമായിട്ട് ഭർത്താവിനെ സിനിമയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മക്കളുടെ കാര്യങ്ങളും എടുത്തു അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ സ്ക്രിപ്റ്റിങ്ങിന്റെ ആദ്യം തൊട്ട് അവസാനം വരെയും അഭിപ്രായം അതിനകത്ത് പറഞ്ഞ് അത് വർക്കാകും. അതുപോലെ സാറിന്റെ മക്കളുണ്ട് കറ്റീന, കിറ്റി. ഇതിന്റെ ഓരോ സ്റ്റേജിലും ഞങ്ങൾ സ്ക്രിപ്റ്റ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ സാറ എന്ന് പറയുന്ന ഒരു കുട്ടി ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള ജനറേഷനെയാണ്. അപ്പൊ ആ ജനറേഷന് എന്താണ് സാറയിൽ തോന്നുന്നത്, അവരെന്താ ആഗ്രഹിക്കുന്നത്, ഒരു പെൺകുട്ടി പറയാൻ എന്താ ആഗ്രഹിക്കുന്നത്, അത് രണ്ടും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് കറ്റീനയും കാത്തിയിൽ നിന്നാണ്. താങ്ക് യു സോ മച്ച് കാത്തി ആൻഡ് കിറ്റു. പിന്നെ ശാന്തി ചേച്ചി, ഓഫ്കോഴ്സ് ശാന്തി ചേച്ചി ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടേ വന്നത്, അതിന് മുമ്പൊന്നും വന്നില്ല. ശാന്തി ചേച്ചി അത് ആദ്യമായിട്ട് അതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ, മോളെ ഇത് നല്ലൊരു സിനിമയാണ്. കാരണം ഒരു സാധാ നമ്മളിപ്പോൾ മലയാളത്തിൽ കാണുന്ന ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മനസ്സാണ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ഷിജുമോനോടാണ്. ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ഈ സ്റ്റേജിലെ എൻ്റെ വൾനറബിലിറ്റിയും എൻ്റെ ഏറ്റവും എന്താ പറയുക സ്ട്രഗിളിംഗ് ഒക്കെ കണ്ട് എൻ്റെ കൂടെ സ്ട്രോങ് പില്ലറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. താങ്ക് യു ഷിജുമോൻ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എല്ലാവരോടും നന്ദി. താങ്ക്സ്. എല്ലാവർക്കും നന്ദി. സംസാരിച്ചൊരു തരീതിയില്ല. ഉറപ്പായിട്ടൊരു പടത്തിൻ്റെ വിജയമാകുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള എല്ലാവരും കൂടി ഞാൻ ഈ പാർട്ടാകാൻ പറ്റിയതിനാണ് എൻ്റെ ഒരു ഭാഗ്യം. എല്ലാവരും നല്ല ടെൻഷനുണ്ട്. കാരണം ഇതൊക്കെ ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ്. ഇത്രയും വലിയൊരു ടീമിൻ്റെ ഇത്രയും ലെജൻസ് ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നത് തന്നെ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു വിഷയമാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ടറായ ജിത്തു സാറിനോടാണ്. കാരണം ഞാൻ 2019 ഞാൻ ആദ്യമായിട്ട് ജിത്തു സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്നെ പോലെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത, മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു പുതിയ പയ്യെന്നുള്ള സാറിനെ കണ്ടു. പക്ഷേ സാർ ആക്ച്വലി എൻ്റെ മ്യൂസിക് കേട്ട് ഇഷ്ടപ്പെട്ട് എന്നെ കൂടെ നിർത്തി. ഇത്രയും വർഷമായിട്ട് എന്നെ കൂടെ നിർത്തി. എനിക്ക് ആക്ച്വലി വേർഡ്സിലൂടെ എങ്ങനെ നന്ദി പറയേണ്ടത് അറിയില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ മ്യൂസിക്കിലൂടെ, എൻ്റെ വർക്കിലൂടെ ആ നന്ദി കാണിക്കാറുണ്ട്. അപ്പോൾ സാർ ഓരോ ഇന്റർവ്യൂവിലും ഇപ്പം തന്നെ ഈ വേദിയിൽ സാർ ആദ്യം എൻ്റെ പേരെടുത്ത് വന്നപ്പോൾ എനിക്ക് ഇറ്റ്സ് ടു മച്ച് ഫോർ മീ. അതായത് എനിക്ക് ഇങ്ങനെ ഒരു അപ്രീഷിയേഷൻ ഇത്രയും ആൾക്കാരെന്ന് സാർ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആ നന്ദി ഞാൻ എപ്പോഴും എൻ്റെ മ്യൂസിക്കിലൂടെ, എൻ്റെ എഫേർട്ടിലൂടെ, എൻ്റെ ഡെഡിക്കേഷനിലൂടെ എപ്പോഴും എന്നും കാണിച്ചിരിക്കും. അപ്പോൾ താങ്ക് യു സാർ. പിന്നെ ഇതുപോലെ ഞാനിപ്പോൾ ലാൽ സാറായാലും ഇത്രയും വലിയ ലെജൻസിൻ്റെ ഫ്രണ്ടിൽ എനിക്കറിയാം ഞാൻ ഓവർവെൽഡാണ്. പിന്നെ ലാൽ സാറിന്റെ സ്ക്രീനിൽ വന്നിട്ട് സാറിന്റെ ഇൻട്രോ സീനിലൊക്കെ എൻ്റെ മ്യൂസിക് ഇങ്ങനെ കാണുക ഞാൻ ഒരു സ്വപ്നം പോലെയാണ്. കാരണം ഞാനൊക്കെ ഈ ചെറിയ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇത്രയും വലിയ ലെജൻസ് ഏത് കാലം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോഴേ ഞാനിങ്ങനെ ഈ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലാൽ സാർ ഇങ്ങനെ നടന്നു വരുന്നതും
എല്ലാം ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ കോരി തെറ്റിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കുട്ടി ഇവിടെ വന്നിട്ട് ഇപ്പോൾ അതിന്റെ മ്യൂസിക് ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി. ഞാൻ എടുത്തെടുത്ത് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ സിദ്ദിഖേട്ടനോട് നന്ദി, എല്ലാവരോടും നന്ദി. സിദ്ദിഖേട്ടൻ്റെ ആ പെർഫോമൻസിലൊക്കെ ഞാനിങ്ങനെ ആക്ച്വലി എൻ്റെ മ്യൂസിക് ഇത് മതിയാവോ എന്നുള്ളൊരു ഫീലാണ്. കാരണം ഈ അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് ആ ഒരു ഞാൻ പറയുന്നില്ല, ആ ഒരു സീൻ, ഒരു ഇമ്പോർട്ടൻറ്റ് സീനിനകത്ത് എനിക്കിങ്ങനെ ഇത് മതിയോ എന്നുള്ളൊരു ഫീലാണ്. പിന്നെ ജഗദീഷ് ചേട്ടനെ എന്നെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടാൻ വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ദിവസം മറ്റേ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എന്നോട് ജിത്തു സാറും ശാന്തി ചേച്ചിയും പറഞ്ഞു, ഏതൊരു സീൻ അതിനകത്തൊരു സീൻ ഉണ്ട്, വക്കാലത്ത് സീൻ, അതിനകത്ത് മ്യൂസിക് എത്ര ഇമോഷണൽ ആക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം അപ്പുറത്തിരിക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാർ എനിക്ക് ഈ ജഗദീഷിന്റെ മുഖം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി സങ്കടമുള്ള മ്യൂസിക് വരിക. കാരണം അതുപോലെ നിസ്സഹായനായ ഒരു മുഖമാണ്. പിന്നെ ഇതിനകത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തി ചേച്ചിയോടും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ പ്രൊഡ്യൂസറായ ആനി ചേട്ടനോടും എല്ലാവരോടും നന്ദി പറയുന്നു. അൻഷുരയുടെ പെർഫോമൻസിന് വേണ്ടി പറയേണ്ട കാര്യമില്ല. താങ്ക് യു, എല്ലാവരോടും നന്ദി. എൻ്റെ അമ്മയോട് നന്ദി പറയുന്നു, സതീഷ് ചേട്ടനോട്, വിനായകനോട് എന്തായാലും പറയാം. എൻ്റെ ഒരു കൊളീഗ് പോലെയാണ്, കോ വർക്കർ എന്ന് പറയും. കാരണം എൻ്റെ പകുതി 50% മ്യൂസിക്കിൻ്റെ ക്രെഡിറ്റും പോകുന്നത് വിനായകനാണ്. കാരണം നമ്മൾ ഒന്നിച്ചിരുന്നാണ് വർക്ക് ചെയ്യുന്നത്, ജിത്തു സാറിൻ്റെ സ്പേസ് അടുത്തടുത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരുപാട് ഇൻപുട്സ് ഇതിനകത്തുണ്ട്. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആദ്യം വിനായകനാണ് കേൾക്കുന്നത്, സാറിനെ കേൾക്കുന്നതിന് മുന്നേ. അപ്പോൾ വിനായകൻ എനിക്ക് പറഞ്ഞു, പുള്ളി നല്ലൊരു ഫിലിം ഫോളോവറും സാധാരണ ഒരു പ്രേക്ഷകനെ പോലെയാണ് ഇത് കാണുന്നത്. അപ്പോൾ മ്യൂസിക് ഞാൻ ഭയങ്കര മ്യൂസിക് അങ്ങനെയൊന്നും കാര്യമില്ല. സാധാരണ ഒരു ഓഡിയൻസിന് കാണുമ്പോൾ അത് വിഷ്വലിനോട് വർക്ക് ആവുന്നുള്ളത് ഫസ്റ്റ് അറിയുന്നത് വിനായകനാണ്. ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഇതിൻ്റെ ലിറിസിസ്റ്റായ വിനായക ശശികുമാറിനോട് നന്ദി പറയുന്നു. ആക്ച്വലി വിനായക കാരണമാണ് ഞാൻ ജിത്തു സാറിനെ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അവനാണ് ഇതിൻ്റെ ഈ പടത്തിൻ്റെ ലിറിസിസ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ ആരെയും വിട്ടുപോയിട്ട് ക്ഷമിക്കാം, ഞാൻ ടെൻഷനായിട്ടാണ്. ഓക്കെ, താങ്ക് യു. ഡാഡി ആക്ച്വലി യൂഷ്വലി എല്ലാ സ്ക്രിപ്റ്റും ഫസ്റ്റ് ഞങ്ങൾക്ക് ആണ് വായിക്കേണ്ടത്. ഡാഡി ഫസ്റ്റ് ആക്ച്വലി ആദ്യം എല്ലാ സ്ക്രിപ്റ്റും ഞങ്ങൾക്കും അമ്മയ്ക്കും വായിക്കാൻ തന്നെ, അത് കഴിഞ്ഞ് പിന്നെ ടീമിനൊക്കെ കൊടുക്കും. നേരും അതേപോലെ തന്നെയാണ് തന്നെ. ഞാൻ ഓർക്കുന്നുണ്ട് ആക്ച്വലി നേര് ടീമിന് എല്ലാവർക്കും ഞങ്ങൾക്കും വായിക്കാൻ തന്നു. ഞങ്ങൾക്ക് വൺ ലൈനൊക്കെ ജസ്റ്റ് ചെറുതായിട്ടറിയായിരുന്നു, ബിക്കോസ് ഡാഡി കുറേ വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞങ്ങളെല്ലാം ആക്ച്വലി അത് ഭയങ്കര ഒരു ഇനീഷ്യൽ വേർഷനായിരുന്നു. ഡാഡി ഇത് പല പ്രാവശ്യം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം എഴുതിയപ്പോൾ ഇവരത് ഭയങ്കര കോടതി എന്ന ആ ഒരു പ്രൊസീജിയറായിട്ട് തന്നെ അവരത് പിടിച്ചെഴുതി വെച്ചത്. പക്ഷെ അപ്പോൾ അത് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും ആക്ച്വലി ജഡ്ജ്മെന്റ് എവിടെയൊക്കെയോ തെറ്റി ഇപ്പം മനസ്സിലായി. അന്ന് ഞങ്ങളിത് കുറെ കുറ്റം പറഞ്ഞു, ഞങ്ങളിത് ചെയ്യണോ ഞങ്ങളിത് ചെയ്യണോന്നൊക്കെ ചോദിച്ചു. ശാന്തി ചേച്ചി അവസാനം കരഞ്ഞത് പിന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ വിഷമമായിട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് അതായത് ഒരു 10-20 പേര് അവിടെ ഇരുന്നിട്ട് പറയാം, ഇതെന്തൊരു സ്ക്രിപ്റ്റാണ്, ഇത് ചെയ്യണോ ഡാഡി എന്ന് വെച്ചിട്ട് ഇരുന്ന് ഇരുത്തിന് ഞാൻ വീണ് പോയി. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഡാഡിനെ 2-3 സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൽ ചെയ്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഫുട്ടേജോ ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. സിനിമ ഫൈനലി ഡാഡി തിയേറ്ററിലിട്ട് കാണിച്ചപ്പോഴാണ് കണ്ടത്. അന്ന് ശരിക്കും ഞങ്ങൾ ഓക്കെ, ഐ വാസ് ഹാപ്പി ദാറ്റ് വി വർ റോങ്, വി വർ കംപ്ലീറ്റ്ലി റോങ്. ബിക്കോസ് ഓക്കെ ഒബ്വിയസ്ലി ഡാഡി സ്ക്രിപ്റ്റ് വായിച്ചു നമുക്ക് ഡാഡിയുടെ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ കുറെ പറയുമ്പോഴൊക്കെ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് സ്ക്രീനിൽ വരുമ്പോൾ ബാക്കി എലമെന്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നേരെ ഞങ്ങൾ വായിച്ചതിൽ നിന്നൊരു 10 ഇരട്ടിയായിരുന്നു ഞാൻ സ്ക്രീനിൽ കാണാൻ. ആൻഡ് പെർഫോമൻസസ് ഐ മീൻ ലാൽ സാർ ഇപ്പോൾ വർഷങ്ങളായി ഡാഡിയും ലാൽ സാറിനോട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ റാമിൽ അസിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കാണുന്നത്. പക്ഷെ ഈവൻ നൗ ഹി ഷോക്സ് us ഓൺ സ്ക്രീൻ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ലാൽ സാറിന്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ ലാലേട്ടൻ അതെ ലാൽ സാറിനെ അല്ല അത് കാണുന്നത്, വിജയമോഹനെയാണ് കാണുന്നത്. ദാറ്റ് വാസ് അമേസിംഗ്. ആൻഡ് സാറ അനുശ്വര ലൈക്ക് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സാറ ഹാസ് ടു ബി, കാരണം സാറ വീണാല് സ്ക്രിപ്റ്റും സിനിമയും വീഴും, പക്ഷേ ഷീ ഹാസ് ഡൺ ബ്യൂട്ടിഫുള്ളി. ഞാൻ ആക്ച്വലി ആദ്യം
ടെക്സ്റ്റ് ചെയ്തത് അനുശ്വരൻ ഞങ്ങൾ കഴിഞ്ഞിട്ട് ആൻഡ് എവ്രി വൺ സിദ്ദിഖ് സർ ഈ സാറിന് ഭയങ്കര ഇഷ്ടം പക്ഷേ സിനിമയ്ക്ക് എവ്രി വൺ ശങ്കർ എവ്രി വൺ ഞാനിപ്പോൾ എല്ലാവരുടെ പേരൊന്നും പറയുന്നില്ല ബട്ട് താങ്ക് യു ആൻഡ് ഐ എം ഹാപ്പി ആൻഡ് ജഗദീഷ് അങ്കിൾ ബിക്കോസ് മുഹമ്മദിനെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു പെയിനാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം കാത്തി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഓക്കെ, ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ തന്നെ കൺസിഡറേഷൻ ഇല്ലാതെ ഞാൻ കരുതുന്നില്ല, പക്ഷെ അങ്ങനെ നമ്മളെ ഒപ്പീനിയൻ പറഞ്ഞു. എനിക്ക് അത് പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഭയങ്കര ഇപ്പോഴുള്ള വേറെ തന്നെ ഉണ്ടായിരുന്നു ആ ഇമോഷൻ കാരണം. അത് ഞാൻ ഐ തിങ്ക് ലാൽസറിനോട് ഞാൻ താങ്ക് യു പറഞ്ഞു. ബിക്കോസ് ആ ക്യാരക്ടറിനെ ഞാൻ വായിച്ചതിലും എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ആ ഹൈറ്റ്സിൽ ലാൽസർ കൊണ്ടുപോയി. ആൻഡ് ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹിം ഫോർ ദാറ്റ്. സോ ഐ ഫെൽറ്റ് താങ്ക് യു ടു ലാൽസർ. ഞാൻ ഡാഡിയോട് അപ്രീസിയേഷൻ പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തു ചോദിച്ചൊരു കാര്യം, ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റും കഥയും വായിച്ചതാണ്. എനിക്ക് സിനിമ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാശുമുടക്കിയൊക്കെ പേടി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആദ്യം പോയി ആന്റണിയോട് ചോദിച്ചു എങ്ങനെ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റും. ബിക്കോസ് വീട്ടിൽ ഇരുന്നും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആന്റണിയൊക്കെ ഡാഡിയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ അതിൽ ഡാഡിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ആന്റണിയങ്കിൾ ബിക്കോസ് ആസ് എ ഡോക്ടർ എനിക്ക് ആ ജഡ്ജ്മെന്റ് ഇല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ആന്റണിയങ്കിൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൊടുത്തപ്പോൾ ഐ വാസ് ആക്ച്വലി വെരി ഹാപ്പി. അതല്ലാതെ ഇനിയിപ്പോൾ മ്യൂസിക് ആണെങ്കിലും സതീഷ് അങ്കിൾ ക്യാമറ ആണെങ്കിലും വിനായകൻ ആണെങ്കിലും അമ്മ കോസ്റ്റ്യൂം ആണെങ്കിലും ലൈക്ക് ഞങ്ങളുടെ എൻറ്റയർ ടീം ഫ്രം സ്ക്രാച്ച് വർക്ക് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാനിത് പറയേണ്ട ആളല്ല. ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് ഐ ടോൾഡ് ശാന്തി ചേച്ചി ഓൾസോ കുറേ കാലങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദി ഓഡിയൻസ് ഓൾസോ. സോ ജസ്റ്റ് ഹാപ്പി ആൻഡ് താങ്ക് യു. ഇടയിലൊന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് പാടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്രിട്ടിക് മാത്രമല്ല, കാറ്റി നമ്മുടെ റൂഹി എന്ന് പറഞ്ഞ പാട്ടിന്റെ എൻ്റെ കോറസ് കാറ്റിയും ഞാനും കൂടിയാണ് പാടിയത്. ഈ ഒരു മോമെന്റ് പറയുന്നത് താങ്ക് യു. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. നേരെ എന്ന സിനിമ നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. അതേപോലെ ഈ ക്യാരക്ടേഴ്സും ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് ഒരു പ്രൗഡാണ്. ഞാൻ ആക്ച്വലി എന്നെ വിശ്വസിച്ച് ഈ ക്യാരക്ടർ തരിക എന്നുള്ളത് ജിത്തു സാറിനോട് താങ്ക് യു സോ മച്ച്. പടത്തിൽ ഉടനീളം ബിക്കോസ് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. അപ്പോൾ അത്രയും ക്രൂഷ്യലായിട്ട് ഈ പടത്തിലെല്ലാം തന്നെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഭയങ്കര സീരിയസ് സീൻസാണ് എല്ലാം തന്നെ. അപ്പം അതിലൊന്നിലും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കാതെ അതിനിടയിൽ വന്ന് ചില തമാശകളൊക്കെ പറഞ്ഞിരുന്ന് ഭയങ്കര സീൻ്റെ ബിഹൈൻഡിലായാലും ഭയങ്കര ലൈറ്റ് ആക്കി കൊണ്ടുപോയി ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്ന എല്ലാ ആക്ടേഴ്സ് ജഗദീഷനാണെങ്കിലും ലാൽ സാർ താങ്ക് യു സോ മച്ച്. എല്ലാ ഗണേശനും സിദ്ദിഖിക്ക എല്ലാവരും ഭയങ്കര ലൈറ്റായിട്ടാണ് എല്ലാ സീൻസും കൊണ്ടുപോയത്. എനിക്ക് ഒരുപാട് താങ്ക് യു പറയാനുണ്ട്. അത്രയും സപ്പോർട്ട് തന്നതിനും ഒരുപാട് താങ്ക് യു. പിന്നെ പടത്തിൽ ഏറ്റവും ഒരു ക്രൂഷ്യലായിട്ടൊരു സീൻ എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റിൽ ഞാനും എൻ്റെ ശങ്കറിൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനിൽ ഞാൻ അൺകംഫർട്ടബിൾ ആകാതെ എന്നെ കൊണ്ടുപോയത് ശാന്തി ചേച്ചി ആൻഡ് ലീന ചേച്ചി താങ്ക് യു സോ മച്ച്. ബിക്കോസ് എന്നെ അത്രയും സപ്പോർട്ട് തന്ന് എൻ്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ബട്ട് ആ സീൻ കഴിഞ്ഞ് ഞാൻ ശാന്തി ചേച്ചിനെ പോയിട്ട് കുറേ സമയം കെട്ടിപ്പിടിച്ച് നിന്നു. എനിക്ക് ആ ഒരു ഹെഡ് സ്പേസിൽ നിന്നുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു ഒരു പെർട്ടിക്കുലർ സീൻ. നോട്ട് ബിക്കോസ് ഓഫ് ദ അൺകംഫർട്ടബിൾ ആ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നിന്ന സമയത്ത് എന്തൊക്കെയോ എൻ്റെ മൈൻഡിൽ പോയി. ബട്ട് എന്നെ കൂടെ ചേർത്ത് നിർത്തിയ രണ്ടുപേരോടും എനിക്ക് താങ്ക് യു പറയാനുണ്ട്. ഇനി ആ സമയത്ത് എന്നെ കൂടെ ഒന്ന് ജിത്തു സാറിനും ഒരുപാട് താങ്ക് യു. അതേപോലെ ശ്രീധന്യ ചേച്ചി. പിന്നെ നമ്മുടെ സ്പോട്ട് എഡിറ്റർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓരോ സീനും കഴിഞ്ഞ് ഞാൻ സ്പോട്ട് പോയി കാണുന്ന സമയത്ത് കൊള്ളാട്ടോ എന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം സതീഷ് ഏട്ടൻ ആൻഡ് താങ്ക് യു. പിന്നെ മ്യൂസിക് ഞങ്ങൾ എൻ്റെ രണ്ടാമത്തെ ദിവസം ജോയിൻ ചെയ്ത രണ്ടാമത്തെ ദിവസം ആണ് ഞാൻ ഈ നേരിൻ്റെ തീം സോങ് മ്യൂസിക് ഞാൻ കേൾക്കുന്നത് സാർ കേൾപ്പിച്ചിരുന്നത്. ഇയർഫോണിട്ട് കേൾക്കുന്ന സമയത്ത് പടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ടോണും ആ ഒരു വൈബും എനിക്ക് കേൾക്കുന്നത് മ്യൂസിക് കേട്ടപ്പോഴായിരുന്നു. അത്രയും അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും
ആ ഒരു സാധനം പക്ഷെ എനിക്ക് ആ ഒരു വൈബ് കിട്ടിയത് ആ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡ് ഡേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടപ്പോഴാണ്. ഇപ്പോൾ വിഷ്ണു അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർ, അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്കൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് എൻ്റെ ഈ പടത്തിൻ്റെ ഭാഗമാക്കിയതിന്, എന്നെ അത്രയും ചേർത്ത് പിടിച്ച് കൂടെ നിന്നതിന്, എൻ്റെ ഓഡിയൻസ് സാറെ ഏറ്റെടുത്തതിന്, നേരെ ഏറ്റെടുത്തതിന് ഒരുപാട് സന്തോഷം മീഡിയാസിന്. അപ്പം സിനിമ കാണാൻ ബാക്കിയുള്ളവരെ പോയി കാണാം. താങ്ക്സ് ടു യു, താങ്ക് യു ഓൾ. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു അനശ്വര. നേരെ എന്ന് പറഞ്ഞ ഈ മൂവി കാണുമ്പോൾ നമുക്ക് 2 വ്യക്തികളോടാണ് കുറച്ച് ദേഷ്യം മനസ്സിലേക്ക് വരുന്നത്. ഒന്ന് സിദ്ദിഖ് സാർ പറഞ്ഞത് തന്നെ സിദ്ദിഖ് സാറിനോടും, പിന്നെ ഉള്ളത് ഇപ്പൊ നല്ലൊരു ചോക്ലേറ്റ് ബോയ് ആയിട്ട് ചിരിച്ച് മാടപ്രാവിനെ പോലെ ഇരിക്കുന്ന ശങ്കർ ഇന്ദുചൂടൻ. ഓക്കെ, ഓവർ ടു യു ശങ്കർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാം പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫോണിൽ നോക്കിയിരുന്നു റിവ്യൂസ് ഒക്കെ. അപ്പൊ ആദ്യം വായിച്ചത് അവന്റെ മോന്താണ്ട് അടുത്ത് റോഡിലിട്ട് അടിക്കാൻ തോന്നുന്നു, 2 മണലിട്ടിരുന്ന് കണ്ട് തലക്കിട്ട് അടിക്കാൻ തോന്നുന്നു. അപ്പൊ എനിക്ക് ആദ്യം പേടിയാണ് വന്നത്, അയ്യോ ഞാൻ ചെയ്തത് പാളിപ്പോയോ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നല്ലൊരു സിനിമയിൽ എന്റെ ഭാഗമാണോ ഏറ്റവും തെറ്റായി പോയെന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ നേരെ തിയേറ്ററിൽ വന്ന് നിൽക്കുമ്പോൾ പ്രേക്ഷകർ കാണിച്ച ഒരു സ്നേഹം, എന്റെ അൺഡൗട്ടഡ്ലി ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ആണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ആൻഡ് ടു ദ മീഡിയ ആസ് വെൽ. ലൈക്ക് വളരെയധികം ഒരു സപ്പോർട്ടാണ്. എനിക്ക് സ്വപ്നമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും. എനിക്ക് ആസ് എൻ ആക്ടർ ഇറ്റ്സ് എ ബിഗ് ഡ്രീം. അപ്പോൾ അത് ലൈക്ക് അത് നിങ്ങളുടെ ഒരു ആക്സെപ്റ്റൻസ് ആണ് അവിടെ എനിക്ക് അത് മാനിഫെസ്റ്റ് ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ടു ദ മീഡിയ ആസ് വെൽ ആസ് കണ്ട പ്രേക്ഷകരോട്. അപ്പൊ എല്ലാവരും അത് വളരെ റൈറ്റ് ആയിട്ട് ലൈക്ക് ആ പെർഫോമൻസിനെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് അത് കൺവേ ചെയ്തിരുന്നു. സോ അത് ആസ് എൻ ആക്ടർ എനിക്ക് വളരെയധികം എന്താ പറയുക ഒരു സപ്പോർട്ട്, ഒരു പുഷാണ് അത്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് ശാന്തി ചേച്ചിയോടും ശിശുചേട്ടനോടും. അവരാണ് എൻ്റെ ഒരു പ്രൊഫൈൽ സാറിലേക്ക് എത്തിക്കുന്നതും. പിന്നെ ജിത്തു സാർ, ലൈക്ക് സാർ ഈ കഥാപാത്രം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കുക. അപ്പൊ അത് ലൈക്ക് ഒരു സ്വപ്നമാണ് ഈ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഇത്രയും സ്റ്റോൾവേർഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ലാൽ സാർ, സിദ്ദീഖ് സാർ, ജഗദീഷ്. അപ്പോൾ ഇവരുടെ വർക്ക് ചെയ്യുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു ലേണിങ്ങും എനിക്കൊരു അൺലേണിംഗ് വരുന്നു. കാരണം എങ്ങനെ ഒരു ബെറ്റർ ആക്ടർ ആവാം, ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാം എന്ന് ഇവരുടെ പെർഫോമൻസിലൂടെ എനിക്ക് മനസ്സിലായി. ലൈക്ക് ഓരോ ദിവസവും ഇവരുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ഷോട്ടിന് ശേഷം ഞാൻ അവിടെ ചേച്ചി പറഞ്ഞ പോലെ മാറി നിന്ന് ഇവരുടെ ഓരോ പെർഫോമൻസസും റിയാക്ഷൻസും ഇവരെങ്ങനെയാണ് ഇത് ക്യാരി ചെയ്യുന്നത് എന്ന് കാണുന്നതെന്ന് എനിക്കൊരു ലൈക്ക് ഫോർ മീ ഇറ്റ് വാസ് എ ബിഗ് ലേണിംഗ്. അപ്പോൾ ഒരുപാട് നന്ദി ഫോർ ഓൾ ദി ആക്ടേഴ്സ്, ഓൾ ദി കോ-സ്റ്റാർസ് ആസ് വെൽ ആസ് ജിത്തു സർ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട പേര് അനശ്വരയുടെ നന്ദി. കാരണം ഈ സിനിമ ആദ്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സാറായെന്നൊരു കഥാപാത്രത്തിന്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിനുള്ള ഒരു പെർഫോമൻസ് സ്പേസും എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് സാറാണ് ഇത് വായിച്ചപ്പോൾ. സോ അത് ഭയങ്കര ബ്രില്യൻ്റായിട്ടാണ് അനശ്വര അത് പോർട്രേ ചെയ്തേക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ആയിരുന്നു. ലൈക്ക് കൂടെ അഭിനയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഗംഭീരമായിട്ട് അനശ്വര അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് എന്താ പറയുക, വേർഡ്സ് വരുന്നില്ല ഈ ഒരു മൂവ്മെന്റിൽ. എന്താ പറയുക, ഭയങ്കര നന്ദിയാണ് പറയുന്നത് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോടും കൂടെ പ്രവർത്തിക്കാൻ പറ്റിയത്. എനിക്ക് ഇത്രയും വലിയൊരു ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ജിത്തു സാറിനോടും ആശീർവാദ് സിനിമാസിനോടും എടുത്തു പറയേണ്ട പേരാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു ബ്രദർ ലൈക്ക് ഒരു സ്നേഹവും ഒരു മെന്റർ ലൈക്ക് അദ്ദേഹം തരുന്ന അഡ്വൈസസ് ഒക്കെ എനിക്ക് തോന്നുന്നു ജീവിതത്തിലേക്ക് ഒരു വലിയൊരു ട്രഷർ തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് എനിക്ക് ആസ് എൻ ആക്ടർ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രിയാമണി ഈ സിനിമയിലെ ഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെച്ചാണ് പ്രിയാമണി. എന്താ പറയുക, ഞാൻ നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ പ്രിയാമണിയെ വിളിച്ച് സംസാരിക്കും. പുള്ളിക്കാരൻ്റെ ഡേറ്റ്സ് ആയി 3 പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരന് പുള്ളിക്കാരത്തേക്ക് കഥയൊക്കെ എന്തായാലും ചെയ്യണം എന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് പുള്ളിക്കാരത്തിൽ 3 പ്രൊഡക്ഷൻ കമ്പനിയോട് സംസാരിച്ചിട്ടാണ് നമുക്ക് ഡേറ്റ് മേടിച്ചത്. സോ പ്രിയ ഈ പ്രൊജക്റ്റിലേക്ക് വന്നത് ഭയങ്കര ഒരു പ്ലസ്സായി. കാരണം ആ ഒരു പൂർണിമ എന്ന് പറഞ്ഞ ക്യാരക്ടറും അതിമനോഹരമായിട്ട് പ്രിയ അത് ഓർഡർ ചെയ്തു. താങ്ക്സ് ടു പ്രിയ. പിന്നെ അതുപോലെ ഞാൻ മറന്നുപോയി, കാരണം എന്നോട് ഒത്തിരി പേര് അതുപോലെ ചോദിക്കുന്നവരാണ്, ഈ ജഡ്ജി ആര്, ഇത് ശരിക്കുള്ള ജഡ്ജിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ചോദിക്കുന്നുണ്ട്. മാത്യു വർഗീസ് തമിഴ് സിനിമയിൽ തമിഴ് പടത്തിലേക്ക് ഒത്തിരി കണ്ടിട്ട് ആ മലയാളിയാണ്. പിന്നെ ഗണേശൻ ഇതിനകത്ത് ആ പോലീസ് ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇതിനകത്ത് അദ്ദേഹത്തിനും ഡേറ്റിന്റെ പ്രശ്നമുണ്ട്. MLA ആണ്, പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് നടക്കുന്നു. അവസാനം ജിത്തു ഞാൻ എങ്ങനെ തമിഴ് ഞാൻ ഇത് വിട്ട് കളയില്ല, അതുപോലെ എഫേർട്ട് എടുത്ത് ഇതിനകത്ത് വന്ന് ചോദിച്ചു. പിന്നെ ഇതിനകത്ത് കുറേ കൊച്ചു വേഷം ചെയ്തവരെല്ലാവരുടെ രശ്മി ആണെങ്കിലും കൃഷ്ണപ്രഭയാണെങ്കിലും ദിനേശനാണെങ്കിലും അങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാവരും അവരവരുടെ പാട്ട് മനോഹരമായിട്ട് ചെയ്തു.
സോ മച്ച്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആസ് എ ടെക്നീഷ്യൻ ആദ്യം പറയാം, ഈ വലിയ സിനിമയുടെ, ഈ നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ലാൽ സാറിനെയും പ്രിയാമണിയും എല്ലാവരെയും ഒരു ഡിസൈനർ എന്ന നിലയിൽ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഈ സിനിമ അതിന് എനിക്ക് തോന്നുന്ന എല്ലാം ഏകദേശം ഒക്കെ ഒത്തുവന്ന പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ സിനിമ എൻ്റെ വീട്ടിലെ സിനിമ പോലെ എല്ലാവരും, ഇപ്പം ലാൽ സാറാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ആനന്ദ് ചേട്ടനാണെങ്കിലും പിന്നെ ഡയറക്ടർ എൻ്റെ സ്വന്തമാണ്. അതിൻ്റെ ഒരു സന്തോഷം അതെനിക്ക് അറിയില്ല എങ്ങനെയാ പറയേണ്ടതെന്ന്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ ദിവസങ്ങളും ഓരോ ഫീലാണ്. നാളെ നമുക്കൊക്കെ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്താവും. ആ രാത്രി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു 15 സിനിമയോ മറ്റായി. ആ 15 ദിവസവും അതിൻ്റെ തലേ ദിവസത്തെ ഒരു ഫീലിംഗ് ഞങ്ങളുടെ ഒരു രാത്രിയുണ്ട്. എന്താവും, ആ ഓഡിയൻസ് എങ്ങനെ എടുക്കും, അത് നന്നായിട്ട് എടുക്കുമോ, നന്നായിട്ട് വരുമോ എന്നൊക്കെ ഒരു അതെല്ലാ പ്രാവശ്യവും അതുപോലെയാണ്. പക്ഷെ എന്തോ ഈ സിനിമ എനിക്കറിയില്ല മാജിക് എന്താന്ന്. ആ മാജിക് എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എല്ലാ സിനിമയും അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണെന്നറിയില്ല. സ്ക്രിപ്റ്റ് വായിച്ചപ്പം നമ്മുടെ പിള്ളേർ പറഞ്ഞ പോലെ ഇത് ചെയ്യണോ, ഈ എൻ്റെ ചെറിയ മോളെ ചോദിച്ചു, ഡാഡി ഒന്നുകൂടി ആലോചിക്കണം ഈ സിനിമ ചെയ്യണോ എന്ന്. അതും ശാന്തിയുടെ മുമ്പ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാനും കാത്തി പെട്ടെന്നൊന്ന് പാനിക്കായി, ശാന്തി അത് എങ്ങനെ എടുക്കുന്നു. അവിടെ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, ഈ സിനിമ ചെയ്യണോ ഡാഡി ഒന്നുകൂടി ആലോചിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈ സിനിമ വന്നു. എനിക്കറിയില്ല, ദൃശ്യത്തിൻ്റെ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് അത്ര ആയില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സിനിമ ചെയ്തു. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോപ്പർ മിക്സിംഗ് ഒന്നും കഴിഞ്ഞില്ല. എന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ എല്ലാ രാത്രിയിലും തലേദിവസം റിലീസിന്റെ തലേദിവസം രാത്രിയിൽ ഉണ്ടാകുന്ന ആ പേടി ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് നേരത്തെ നമുക്ക് പറയാൻ പറ്റില്ല. റിലീസ് ചെയ്ത് ഇന്നിപ്പോൾ ഇതൊരു സക്സസ് ആയപ്പോൾ നമുക്കത് പറയാൻ പറ്റുന്നു. എനിക്കറിയില്ല ആ മാജിക് എന്താണെന്ന് അറിയില്ല. എന്തോ ഇത് വർക്കാവും. കാരണം ഞാൻ ജിത്തുവിനോട് ഒരിക്കലും പറയില്ല ജിത്തു ഇത് വർക്കാവും ഒരിക്കലും പറയില്ല. നമ്മൾ എന്തെങ്കിലും അതിൻ്റെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ അതൊരു നല്ലതിന് പറയുന്നതായിരിക്കും. അതങ്ങനെ വർക്കായില്ലെങ്കിലോ എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വർക്കാവും ജിത്തു, ഇത് ഓടും. എന്താണ് ആ മാജിക് എന്ന് എനിക്ക് അറിയില്ല. ദൈവം തോന്നിപ്പിക്കുന്നതാവാം, എല്ലാം ദൈവാനുഗ്രഹം. അങ്ങനെ പിന്നെ ഓഡിയൻസിനോടാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. ജിത്തുവിൻ്റെ പ്രത്യേകിച്ച് ഒരു ത്രില്ലർ ചെയ്തുകൊണ്ടിരുന്നു, ത്രില്ലറെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു പേടിയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ജിത്തു ഓപ്പണായിട്ട് പറഞ്ഞു ഇതൊരു ത്രില്ലറല്ല, ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്, ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ. ആ പ്രൊമോട്ട് ചെയ്ത അതിൻ്റെ ഒരു ഗുണം ഒരുപാട് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആളുകൾ വന്ന് കണ്ടിട്ട് ഓരോ കമൻറ്റ്സ് പറയുമ്പോഴും അവർ പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണെന്ന്. അതേ സെൻസിൽ എല്ലാവരും അത് എടുത്തു, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരോടും നന്ദി. എനിക്കറിയില്ല, ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ലാലേട്ടനോട് ഒരുപാട് നന്ദി. ആന്റണി ചേട്ടൻ നന്ദി പറയുന്നില്ല, ഞങ്ങളുടെ ഫാമിലി പോലെയാണ്, അതുകൊണ്ട് നന്ദി പറയുന്നില്ല. ചേച്ചി ശാന്തി ശിവോനും ഞങ്ങളുടെ വീട്ടിലെ പോലെ തന്നെയാണ്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അടിയൊക്കെ കൂടുന്നുണ്ട് ഇടയ്ക്ക്, എന്നാലും കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് പാച്ചപ്പായി പോകും. റൈറ്റർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നില്ല, എല്ലാവരും കണ്ടല്ലോ. ആസ് എ ഫ്രണ്ട്, ആസ് എ ഫാമിലി മെമ്പർ എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. ജിത്തു സാറിന്റെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് ജിത്തു സാറിന്റെ, അല്ലേ? എല്ലാമായ ഒരു പ്രൊഡക്റ്റ് ആണ് ചേട്ടൻ. ആൻഡ് എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തില് നേരെ ഇത്രയും സക്സസ് ആയിട്ട് നിൽക്കുകയാണ്. സോ സ്റ്റേജിലേക്ക് വന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ പറയണമെന്നൊരു വെപ്രാളമൊക്കെ ഉണ്ട്. സന്തോഷം. കാരണം ഞാൻ 2019 ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു തിയേറ്റർ റിലീസ് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സിനിമ
കൂമൻ, അത് കഴിഞ്ഞപ്പോൾ ഇതാണ്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു തിയേറ്ററിലെ റെസ്പോൺസ് കാണാൻ ഞാൻ കുറെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു റെസ്പോൺസ്, അത് ഞാൻ എൻ്റെ കരിയർ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങുന്നത് ദൃശ്യത്തിലായിരുന്നു, 2013 ദൃശ്യം. സത്യം പറഞ്ഞാൽ എൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സക്സസിൻ്റെ പീക്ക് എത്രത്തോളം കാണാവോ അങ്ങനെ ഒരു കണ്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഏതാണ്ട് അതുപോലൊരു റെസ്പോൺസ് വീണ്ടും 10 വർഷത്തിന് ശേഷം കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു കോർട്ട് റൂമിലെ സീനുകൾ എഡിറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അത് എനിക്ക് എളുപ്പമല്ല. കാരണം ഇതിന് തൊട്ട് മുമ്പ് ഇവരുടെ കൂടെ തന്നെ ചെയ്ത 12th Man, അതും ഇതുപോലെ തന്നെ ഒരു മുറിക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ, അതും ഇതുപോലെ 4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അത് ചെയ്ത് ശീലമായതുകൊണ്ട് സത്യം പറഞ്ഞാൽ കോർട്ട് റൂമൊക്കെ എനിക്ക് ഈസി പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. വേറെ കൂടുതൽ സിനിമയിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ വിവാഹം ഉറപ്പിച്ച് വെക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഹരിത, നമ്മുടെ വിജയമോഹന്റെ ജൂനിയർ ആയിട്ട് തൊട്ടടുത്തിരുന്ന ആളാണ് ഹരിത. ഹരിതയുടെ ഡെബ്യൂ ആണ്. പറഞ്ഞാൽ ഇനിയിപ്പോ എന്താ പറയാ. ഞാൻ അത് മൈക്കിൽ കൂടി അല്ലല്ലോ പറഞ്ഞത്, എന്നാലും പറഞ്ഞോ. വൈഫ് അഭിനയിച്ചിട്ടുണ്ട്. വിനായകന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹരിതയുടെ സീൻ വരുമ്പോൾ വിനായകൻ ഇങ്ങനെ ആ എഡിറ്റിംഗ് ഒക്കെ മാറി ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നോ ചേട്ടാ? ചീത്ത കേൾക്കുമോ? അവൾ നല്ലോണം അഭിനയിക്കണേന്നൊക്കെ. അവള് പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം അവള് നല്ല ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവൾക്കായിരുന്നു ടെൻഷൻ. കാരണം അവള് വന്ന് എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചിട്ട് എനിക്ക് ചീത്ത പേരാവോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട MLA മാത്യു കുലന്താഴൻ സാർ 100 അമ്മമാരെയും കൊണ്ട്